ഇങ്ങനെ സംഭവിച്ചേ? ആരവ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടാവോ? അവിടെ അവ സേഫ് ആയിരിക്കുമെന്ന് അറിയില്ല. ഒന്ന് വേഗം എത്തിയെങ്കിൽ. രാജേട്ടാ, ഒന്ന് വേഗം പോവാം. ലേറ്റായ ട്രെയിന് മിസ്സാവും. ശരി. ഇപ്പൊ എത്തിക്കാം. അനന്യ പോയ റൂട്ടിൽ ഒരു കാറ് കത്തുന്നുണ്ടാവും. ആ റൂട്ടിലേക്ക് തന്നെ പോവാം. എന്നിട്ട് അനന്യ പോയ കാറ് കത്തുന്ന ദൃശ്യം പകർത്തണം. ഇപ്പോ അത് കത്തിയിട്ടുണ്ടാവും. ആ കാറ് കത്തില്ലടാ. നീ ആരാടാ? നീ എങ്ങനെ എന്റെ കാറിൽ കയറി? എന്തിനു കയറി? ഇറങ്ങടാ. അത് ശരി. ഇങ്ങോട്ട് ഇറങ്ങടാ. ഇറങ്ങാൻ. ഇതല്ലടാ നീ അനുവിനെ കൊല്ലാൻ വേണ്ടി കാറിൽ വെച്ച സാധനം. നീ ആരാണെങ്കിലും ഇന്ന് ഞാൻ നിന്നെ തീർക്കോടാ. ജീവിച്ചിരിക്കാൻ പാടില്ല. അനുവിനെ കൊല്ലാൻ ശ്രമിച്ച നീ വീണ്ടും അവൾ ഇല്ലാതാക്കാൻ വന്നിരിക്കുകയാണല്ലേ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. നീ അവൾക്ക് വെച്ച കെണിയില് നിന്നെ ഞാൻ തീർക്കും. ഇനി നീ അവൾക്ക് പിന്നാലെ വരരുത്. നീ ഇത് ചെയ്യരുത്. നിന്നെ ഞാൻ അനുവദിക്കില്ല. നീ പിന്മാറ്. അമ്മേ, എന്നെ തടയരുത്. ഇവൻ ഇല്ലാണ്ടാവണം. അതിനു വേണ്ടി ഞാൻ ഇവിടെ വന്നത്. എന്നെ തടയണ്ട. അമ്മ പോ. ആരവേ, അവനെ ഇല്ലാതാക്കേണ്ടത് നിന്റെ ജോലിയല്ല. അനുവിനെ ഇല്ലാതാക്കാൻ നോക്കിയവൻ ഇവനില്ലാതാവണം. ഇവനെ ഞാൻ തീർക്കും.
അതിനായി നിന്നെ ഞാൻ വിടില്ല. അമ്മേ, വിടമ്മേ, വിടല്ലേ. അവൻ ജീവിച്ചിരിക്കാൻ പാടില്ല. അവൻ അനുവിന്റെ കാലനാ. എന്നെ വിടും. അയാൾ എന്റെയോ നിന്റെയോ ലക്ഷ്യത്തിൽപ്പെട്ടവനല്ല. നമ്മുടെ ഇരയല്ലാത്ത ഒരാളെ ഇല്ലാതെയാക്കി നീ സ്വയം കുഴി തോണ്ടരുത്. അവൻ വെറുതെ വിടപ്പെടേണ്ടവനല്ല. അമ്മ എന്നെ പോകാൻ അനുവദിക്ക്. ആരവേ, നീ സ്വയം നിയന്ത്രിച്ചേ പറ്റൂ. നിന്റെയും എന്റെയും ലക്ഷ്യത്തിൽപ്പെട്ടവർ ആ ഹോസ്റ്റലിന്റെ അകത്താ. അവരെയാ നീ കണ്ടെത്തേണ്ടത്.